നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ഒല്ലൂർ ജംഗ്ഷൻ വികസനം സ്ഥലമേറ്റെടുക്കൽ 6 മാസത്തിനകം പൂർത്തിയാകുമെന്ന് മന്ത്രി കെ രാജൻ. ആശാരിക്കാട്, പട്ടിക്കാട് ഗവൺമെന്റ് സ്കൂളുകളുടെ പുതിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. കേരള വിഷൻ കുത്തക കമ്പനികളോട് പൊരുതി നേട്ടങ്ങളുണ്ടാക്കുന്നത് TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയുടെ ശക്തിയിലാണെന്ന് COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ. ശതാബ്ദി നിറവിലെത്തിയ മുക്കാട്ടുകര ഗവൺമെന്റ് LP സ്കൂളിൽ ലോക മാതൃഭാഷ ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷം വഹിച്ചു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PJ സ്മിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഉപഹാര സമർപ്പണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, റഹീം വീട്ടിപ്പറമ്പിൽ, KV സജു, ET ജലജൻ, സാവിത്രി സദാനന്ദൻ, VK അനിത, സുബൈദ അബൂബക്കർ, രമ്യ രാജേഷ്, ആനി ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ സ്വാഗതവും ഹെഡ് മിസ്റ്റേഴ്സ് VK ശൈലജ നന്ദിയും പറഞ്ഞു. നമ്മുടെ പട്ടിക്കാട് സ്കൂളിന് സ്വന്തമായ പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ ശിലാഫലകം അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങാണ്. ₹3,90,00,000 കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കെട്ടിട നിർമ്മാണ ഏജൻസിയായി പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച അത്യാധുനിക സൗകര്യങ്ങളൊരുക്കിയ ഗവൺമെന്റ് സ്കൂൾ വെൽപ്പത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അഭിമാനമുള്ള, അന്തസ്സുള്ള, സന്തോഷമുള്ള, ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും അഭിമാനകരമായിട്ടുള്ളൊരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും കഴിക്കുന്നത്. ഒരു സ്കൂൾ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം എന്നുള്ളത് കൊണ്ടല്ല. സ്കൂൾ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനങ്ങൾ ഇപ്പം എത്രയാണ് നിർവഹിക്കുന്നത്? പഴയതുപോലൊരു കാലമല്ല. മാർച്ച് 390 വരെ എത്തിയുള്ളൂ. നേരത്തെ നമ്മളൊരു 100 പൂർത്തീകരിച്ചു. അത് 3 ലാബുകളുടെ ഉദ്ഘാടനമായിരുന്നു. അത് ഈ സ്കൂളിന് വേണ്ടി ഇതിനകം പൂർത്തീകരിച്ച് സമർപ്പിച്ചു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഈ കോമ്പൗണ്ടിനകത്ത് ഞാനും പ്രിൻസിപ്പലും കൂടി ഒന്ന് അറിയാൻ വേണ്ടി കൂട്ടി നോക്കി. LP സ്കൂളും ഹൈസ്കൂളുമുള്ള ഈ കോമ്പൗണ്ടിനകത്ത് എത്ര രൂപ ചെലവഴിച്ചു എന്ന് മന്ത്രിക്ക് വല്ല ധാരണയുണ്ടോ എന്ന് ഈ സ്കൂളിൻ്റെ സത്യത്തിൽ ഉടമസ്ഥനായ അല്ലെങ്കിൽ മാനേജറായിട്ടുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ചോദിച്ചപ്പോൾ ഞാനൊരു പരിശ്രമം നടത്തി നോക്കി. എളുപ്പമല്ല. ഈ കെട്ടിടം, ലാബിൻ്റെ കെട്ടിടം, പിന്നിലുള്ള നമ്മുടെ സ്റ്റേജ്, അതിന് പിന്നിലുള്ള ഓഡിറ്റോറിയം, തൊട്ടപ്പുറത്ത് LP സ്കൂളിൽ പക്ഷേ ഈ ജില്ലയിലെ തന്നെ ഒരു LP സ്കൂളിനും കിട്ടാത്ത വിധത്തിൽ MLA ഫണ്ടും ഗവൺമെൻറ് ഫണ്ടും ചെലവഴിച്ച് നിർമ്മിച്ച് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന ഏതാണ്ട് 6 കോടി രൂപയുടെ കെട്ടിട സമുച്ചയം ഒക്കെ കൂടി കൂട്ടിയാൽ ഒറ്റയടിക്ക് വേണമെങ്കിൽ ഒരു 15-15.5 കോടി രൂപ ഒരു പാണഞ്ചേരിയുടെ ഹൃദയഭാഗത്തുള്ള ഈ പട്ടിക്കാട് സെന്ററിലെ വിദ്യാഭ്യാസ സമുച്ചയത്തിന് വേണ്ടി അവതരിപ്പിക്കാൻ MLA എന്ന നിലയിലുള്ള അധ്വാനം കൊണ്ട് സാധിച്ചു എന്നുള്ളത് ഒരു ആത്മാഭിമാനത്തോടെ പറയാൻ വേണ്ടിയിട്ടാണ്. നടത്തറ പഞ്ചായത്തിലെ ആശാരിക്കാട് ഗവൺമെന്റ് UP സ്കൂൾ 51ാം വാർഷികാഘോഷവും പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനവും റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു. വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാർ പ്ലാൻ ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ചിലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്.
വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി എത്ര പണം ചെലവഴിക്കുവാനും സർക്കാർ സംവിധാനം തയ്യാറാണെന്നും പാഠ്യഭാഗങ്ങളിലെ അക്ഷരങ്ങൾക്കപ്പുറം വിദ്യാർത്ഥികളുടെ മനസ്സിനെ വികസിപ്പിക്കുവാൻ കഴിയുന്ന മാസ്റ്റർ പ്ലാനാണ് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും അനിവാര്യമായ മാസ്റ്റർ പ്ലാൻ എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി കെ രാജൻ പറഞ്ഞു. നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ്, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി തുടങ്ങിയവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ആർ രഞ്ജിത്ത്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജിയ ഗിഫ്റ്റൻ, കെ വി അനിത, ഇ എൻ സീതാലക്ഷ്മി, പി കെ അഭിലാഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഐശ്വര്യ ലിൻഡോ, വാർഡ് മെമ്പർ മിനി വിനോദ്, വിദ്യാഭ്യാസ ഉപഡയറക്ടർ അജിതകുമാരി എ കെ, വിദ്യാകിരണം കോർഡിനേറ്റർ എൻ കെ രമേശ്, സ്കൂൾ ഹെഡ്മിസ്ട്രസ് നിഷ വർഗീസ്, ഫാദർ ജോസഫ് വൈക്കാടൻ, സ്കൂൾ PTA, MPTA ഭാരവാഹികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വിവിധ മത്സരങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പ്ലാൻ കൂടി ഉണ്ട് എന്ന ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. അക്കാദമിക മാസ്റ്റർ പ്ലാൻ കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൽ നിന്ന് വിദ്യാകിരണത്തിലേക്ക് പോയപ്പോഴും ആ മാസ്റ്റർ പ്ലാൻ അതുപോലെ നിലനിൽക്കുകയാണ്. അത് കേവലം പാഠ്യഭാഗങ്ങളിലെ അക്ഷരങ്ങൾ കാണപ്പാഠം പഠിപ്പിച്ചു പരീക്ഷയ്ക്ക് കുട്ടികളെ കൊണ്ട് ഉത്തരവെഴുതിപ്പിക്കുന്ന മാസ്റ്റർ പ്ലാൻ അല്ല, അവരുടെ മനസ്സുകളെ വികസിപ്പിക്കാൻ കഴിയുന്ന ഒരു മാസ്റ്റർ പ്ലാൻ, അവരുടെ മനസ്സുകളെ വികസിപ്പിച്ച് അവർ മനുഷ്യനാണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു മാസ്റ്റർ പ്ലാൻ. നടക്കുന്ന വഴികളിൽ മുട്ടുകൂട്ടിയിടിച്ചൊരു കുഞ്ഞിന്റെ ചോര കണ്ടാൽ കച്ചവട താല്പര്യമുള്ള ലാഭനഷ്ട കണക്കിനേക്കാൾ പ്രധാനം ആ കുഞ്ഞിനോടൊപ്പം നിൽക്കലും തന്റെ സഹപാഠിയെ ചേർത്തു പിടിക്കലുമാണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു മാസ്റ്റർ പ്ലാൻ. അതാണ് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും അനിവാര്യമായ മാസ്റ്റർ പ്ലാൻ. ഞാൻ നേരത്തെ DD ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇതുപോലെ സംസാരിക്കുമ്പോൾ ഹൃദയത്തിൽ തട്ടി സൂചിപ്പിച്ചൊരു കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സമീപ ഭൂതകാലം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിട്ടുള്ള ചൂരൽമലയിൽ ജനങ്ങളുടെ ഇടയിൽ ഒറ്റപ്പെട്ട മാനസികാവസ്ഥയോടെ നിൽക്കുന്ന നേരത്ത് എന്റെ മനസ്സിൽ കേരള വിഷൻ കുത്തക കമ്പനികളോട് പൊരുതി നേട്ടങ്ങൾ സ്വന്തമാക്കുന്നത് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയുടെ ശക്തിയിലും തണലിലുമാണെന്ന് COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു. കുത്തകകൾക്കില്ലാത്തതും കേരള വിഷനുള്ളതുമായ ഒരേയൊരു ശക്തിയും COA എന്ന സംഘടനയാണെന്നും പ്രവീൺ മോഹൻ കൂട്ടിച്ചേർത്തു. COA തൃശൂർ ജില്ലാ സോണൽ കൺവെൻഷൻ ഹോട്ടൽ പേൾ റീജൻസിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. COA തൃശൂർ ജില്ലാ അധ്യക്ഷൻ TD സുഭാഷ് പതാക ഉയർത്തിയതോടെയാണ് കൺവെൻഷന് തുടക്കമായത്. തുടർന്ന് നടന്ന കൺവെൻഷൻ COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. കേരള വിഷൻ കുത്തക കമ്പനികളോട് പൊരുതി നേട്ടങ്ങൾ സ്വന്തമാക്കുന്നത് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയുടെ ശക്തിയിലും തണലിലുമാണെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രവീൺ മോഹൻ പറഞ്ഞു. സംഘടനയ്ക്കും നേതൃത്വത്തിനും വ്യക്തമായ കാഴ്ചപ്പാടില്ലെങ്കിൽ അത് സംഘടനയുടെ പ്രവർത്തനത്തെ ബാധിക്കും. കേബിൾ TV മേഖല പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഇക്കാലത്ത് നമ്മൾ നേരെ മാത്രം വീക്ഷിച്ചാൽ പോരാ, 360 ഡിഗ്രിയും കാഴ്ചപ്പാടുണ്ടാകണമെന്ന് പ്രവീൺ മോഹൻ കൂട്ടിച്ചേർത്തു. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ KV രാജൻ, തൃശൂർ കേരള വിഷൻ MD T ജയപ്രകാശ്, KCCL ഡയറക്ടർ VP ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. കൺവീനറും COA ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ K ബിജു കുമാർ സ്വാഗതം ആശംസിച്ചു. COA ജില്ലാ സെക്രട്ടറി P ആന്റണി ജില്ലാ വാർഷിക അവലോകന റിപ്പോർട്ടും, COA ജില്ലാ ട്രഷറർ CG ജോസ് സാമ്പത്തിക റിപ്പോർട്ടും, COA ജില്ലാ വൈസ് പ്രസിഡന്റ് R മോഹനകൃഷ്ണൻ ജില്ലാ ബിസിനസ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. COA ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് ലിയോ, COA ജില്ലാ ജോയിന്റ് സെക്രട്ടറി സന്തോഷ് ജോസ് തുടങ്ങി സംസ്ഥാന ജില്ലാ നേതാക്കൾ സംസാരിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കുത്തക കമ്പനികളോടാണ് ഞാനും നിങ്ങളും മത്സരിക്കുന്നത്. അങ്ങനെ മത്സരിക്കുമ്പോൾ നമുക്കില്ലാത്ത പലതും അവർക്കുണ്ട് എന്നുള്ളതാണ് സത്യം. എത്ര കോടിക്കണക്കിന് രൂപ വേണമെങ്കിലും നമ്മുടെ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യാൻ കഴിയുന്ന മൂലധന ശക്തികളാണ് നമ്മുടെ എതിരാളികളിൽ പലരും. എത്ര കോടി ഡോളർ വേണമെങ്കിലും, എത്ര കോടി രൂപ വേണമെങ്കിലും ഒരു നിമിഷം കൊണ്ട് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ ശേഷിയുള്ള വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ.
ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രൊഫഷണൽ മാനേജ്മെന്റ് വൈദഗ്ധ്യമുള്ള ആളുകളെ അവരുടെ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശേഷിയുള്ള ആളുകൾ, ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജിയെ നിമിഷങ്ങൾ കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്ന പ്രാപ്തിയുള്ള ആളുകൾ, രാജ്യത്തെ ഭരിക്കുന്ന ആളുകളെയും ഉദ്യോഗസ്ഥന്മാരെയും അവർ പറയുന്ന ഇടങ്ങളിൽ പറയുന്നത് പോലെ ചലിപ്പിക്കാൻ ശേഷിയുള്ള മുതലാളികൾ, ഇവരോടാണ് നാം നേരിടുന്നത്. ഈ പറഞ്ഞതൊന്നും നമുക്കില്ലാത്തതാണ്. നിമിഷ നേരം കൊണ്ട് പറയുന്നത് പോലെ കോടിക്കണക്കിന് രൂപ കൊണ്ടുവരാൻ നമുക്ക് ശേഷിയില്ല. ലോകത്തിലെ ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം പറ്റുന്ന വലിയ മാനേജ്മെന്റ് സ്കിൽഡ് പ്രൊഫഷണൽസിനെ കൊണ്ടുവന്ന് ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ നിയമിക്കാൻ നമുക്ക് കഴിയില്ല. രാജ്യത്തെ ഭരണ സംവിധാനങ്ങൾക്കകത്ത് ഇടപെടാൻ നമുക്ക് ശേഷിയില്ല. ഇതൊന്നും ഇല്ലായിരുന്നിട്ടുമാണ് ഇന്ന് കേരളത്തിലെ കേബിൾ TV രംഗത്തെയും ബ്രോഡ്ബാൻഡ് രംഗത്തെയും 1ാം സ്ഥാനക്കാരായിട്ടും ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ 10 കമ്പനികളിലെ പ്രഥമ 2 സ്ഥാനങ്ങളിൽ എത്തുവാനും എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞു, അല്ലെങ്കിൽ കേരള വിഷയം കഴിഞ്ഞു. അതിന് നമ്മളെ സഹായിച്ച ഒരേ ഒരു ഘടകം മാത്രമേ ഉള്ളൂ, ഒരേ ഒരു ഘടകം. അവർക്കില്ലാത്തതും നമുക്കുള്ളതുമായ ഒരേ ഒരു ഘടകം, അത് നമ്മുടെ സംഘടനയാണ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഈ 3 അക്ഷരങ്ങളുടെ തണലിലും കരുത്തിലും കരുതലിലുമാണ് ഇന്ന് കേരള ഔഷധി നേട്ടങ്ങളെല്ലാം വെട്ടിപ്പിടിച്ചിട്ടുള്ളത്. ഒല്ലൂർ ജംഗ്ഷൻ വികസനം സ്ഥലമേറ്റെടുക്കൽ 6 മാസത്തിനകം പൂർത്തീകരിക്കണമെന്ന് റവന്യൂ മന്ത്രി. ഒല്ലൂർ ജംഗ്ഷൻ വികസനത്തിന്റെ ഭാഗമായി സ്ഥലമേറ്റെടുക്കൽ നടപടികൾ 6 മാസത്തിനകം പൂർത്തീകരിക്കണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾ, റവന്യൂ, KRFB ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, വ്യാപാരി പ്രതിനിധികൾ തുടങ്ങിയവരുമായി തൃശൂർ രാമനിലയത്തിൽ നടന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്ഥലമേറ്റെടുക്കൽ നടപടികൾക്കായി 12 ജീവനക്കാർ അടങ്ങുന്ന സ്പെഷ്യൽ തഹസിൽദാർ ജനറൽ ഓഫീസ് അനുവദിച്ചിട്ടുണ്ട്. വികസന നിർദ്ദേശങ്ങളുടെ ഭാഗമായി ഏറ്റെടുക്കേണ്ട സ്ഥലങ്ങളെക്കുറിച്ചും അന്തിമ ഡിസൈൻ തയ്യാറാക്കുന്നതിനായി ഇന്ന് രാവിലെ 10 മണി മുതൽ റവന്യൂ, KRFB ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും വ്യാപാരി പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ സംയുക്ത പരിശോധന നടത്തുന്നതിനും യോഗം തീരുമാനിച്ചു. സംസ്ഥാനത്തെ മുൻഗണനാ പദ്ധതികളിൽ ഒന്നായ ഒല്ലൂർ ജംഗ്ഷൻ വികസനത്തിനായി 0.9318 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടി വരിക. ഇതിനായി 55.17 കോടി രൂപ കിഫ്ബിയിൽ നിന്നും അനുവദിച്ചിരുന്നു. പദ്ധതിയുടെ ഭാഗമായി ഒല്ലൂർ ജംഗ്ഷനിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള റോഡ് 21 മീറ്റർ വീതിയിൽ 270 മീറ്റർ നീളത്തിലും, തലോർ ഭാഗത്തേക്ക് 21 മീറ്റർ വീതിയിൽ 270 മീറ്റർ നീളത്തിലും, നടത്തറ ഭാഗത്തേക്കുള്ള റോഡ് 21 മീറ്റർ വീതിയിൽ 375 മീറ്റർ നീളത്തിലും, ചേർപ്പ് ഭാഗത്തേക്കുള്ള റോഡ് 18.50 മീറ്റർ വീതിയിൽ 177 മീറ്റർ നീളത്തിലും, നടത്തറ റോഡിൽ നിന്ന് എടക്കുന്നി ദേവീക്ഷേത്രം വഴി തലോർ റോഡിൽ ചേരുന്ന റോഡ് 12 മീറ്റർ വീതിയിൽ 306 മീറ്റർ നീളത്തിലുമാണ് വികസിപ്പിക്കുന്നത്. റോഡിനോടൊപ്പം 3 ബസ് വേ കൂടി നിർമ്മിക്കും. ഇതിനുള്ള സ്ഥലം കൂടിയാണ് ഏറ്റെടുക്കൽ നടപടികളിലൂടെ നടപ്പാക്കുക. കിഫ്ബി അനുവദിക്കുന്ന തുക കൂടാതെ മുൻവർഷത്തെ ബഡ്ജറ്റ് വിഹിതമായ 5 കോടി രൂപയും ഇതിനായി ഉപയോഗിക്കും. ഭൂമി ഏറ്റെടുക്കലിന്റെ തുക വർദ്ധിച്ചാൽ അതുകൂടി അനുവദിക്കുമെന്നും എല്ലാവരുമായി കൂടി ആലോചിച്ച് അഭിപ്രായ ഐക്യത്തോടെ മതിയായ നഷ്ടപരിഹാരം കൂടി നൽകിയായിരിക്കും പദ്ധതി നടപ്പിലാക്കുക എന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അറിയിച്ചു. യോഗത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, കോർപ്പറേഷൻ സ്ഥിരം സമിതി ചെയർമാൻമാരായ വർഗീസ് കണ്ടംകുളത്തി, കരോളിൻ ജെറീഷ്, DPC അംഗം CP പോളി, LA ഡെപ്യൂട്ടി കളക്ടർ മനോജ്, റവന്യൂ, KRFB സർവേ ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, വ്യാപാരി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി 50% വർദ്ധിപ്പിച്ചതിനുമെതിരെ മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. DCC എക്സിക്യൂട്ടീവ് മെമ്പർ KC അഭിലാഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MU മുത്തു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യത മറികടക്കുവാൻ വേണ്ടി ജനങ്ങളെ പിഴിയുകയാണ് എന്നും ഭൂനികുതി വർധനവിലൂടെ 100 കോടി രൂപയുടെ ബാധ്യത ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയാണ് എന്നും
9 വർഷം പിന്നിട്ട LDF സർക്കാരിന് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്നും KC അഭിലാഷ് പറഞ്ഞു. ഭൂനികുതിയിൽ 50% വർധനവ് ഏർപ്പെടുത്തിയത് സാധാരണക്കാർക്കും കർഷകർക്കും വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുവാൻ ജനങ്ങളുടെ മേൽ നികുതി ഭാരം ചുമത്തുന്നത് ഒരിക്കലും അംഗീകരിക്കുവാൻ സാധിക്കില്ല. ഭൂനികുതി, വൈദ്യുതി നിരക്ക്, വെള്ളക്കരം, കെട്ടിട നികുതി എന്നിവയെല്ലാം വർദ്ധിപ്പിച്ച് ജനങ്ങളെ സമസ്ത മേഖലയിലും ദ്രോഹിക്കുകയാണ് പിണറായി സർക്കാർ എന്നും KC അഭിലാഷ് പറഞ്ഞു. യോഗത്തിൽ കോൺഗ്രസ് നേതാക്കളായ സണ്ണി വാഴപ്പിള്ളി, ഭാസ്കരൻ K മാധവൻ, MG രാജൻ, CA ജോസ്, ബേബി പാലോലിക്കൽ, KM പൗലോസ്, ലിസി ജോൺസൺ, NM ചന്ദ്രൻ, RA ഭാവ, ടിറ്റോ തോമസ്, സുമേഷ് മുല്ലക്കര, സഫിയ ജമാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മേഖല ഏറ്റവും അതിക്രൂരമായി തകർന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരമൊരു കാലഘട്ടത്തിലാണ് സംസ്ഥാന ഗവൺമെൻറ് ഭൂനികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് ബഡ്ജറ്റിൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. കേരളത്തിലെ സമസ്ത മേഖലകളിലും നികുതി വർദ്ധിപ്പിച്ച ഒരു ഗവൺമെൻറ്റാണ് കഴിഞ്ഞ 9 വർഷമായി സംസ്ഥാനത്ത് ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ. ഇലക്ട്രിസിറ്റി ചാർജായാലും വെള്ളക്കരമായാലും കെട്ടിട നികുതി ആയാലും ഇതൊക്കെ അതാത് സമയത്ത് ഓരോ ബഡ്ജറ്റിലും വർദ്ധിപ്പിച്ച് കടന്നുപോയ ഒരു ഗവൺമെൻറ് ഇപ്പോൾ ഭൂമിയുടെ നികുതി 50% മുകളിൽ വർദ്ധിപ്പിച്ച് കടന്നു പോവുകയാണ്. നമുക്കറിയാം, നമ്മുടെ കാർഷിക മേഖലയിൽ കൃഷി ചെയ്യുന്ന കർഷകർ പാടെ തകർന്ന ഈ ഒരു സാഹചര്യത്തിൽ കൃഷി ചെയ്യുമ്പോൾ കൃഷി ചെയ്ത് എടുക്കുന്ന വിളകൾക്ക് ആവശ്യമായ വില ലഭിക്കാത്ത സാഹചര്യം. ഇനി കർഷകർക്ക് ഏറ്റവും ഗുണനിലവാരമുള്ള വിത്ത് കൊടുക്കാൻ കഴിയാത്ത ഒരു സർക്കാർ ഭരിക്കുന്ന ഒരു കാലഘട്ടം. ആവശ്യത്തിന് വിത്തുകളുടെ ലഭ്യതക്കുറവ്, ഗുണനിലവാരമുള്ള വിത്തുകൾ ലഭിക്കാത്ത ഒരു കാലഘട്ടം. ഇത്തരമൊരു കാലഘട്ടത്തിൽ കാർഷിക മേഖലയിൽ പടപൊരുതി ജീവിക്കുന്ന കർഷകർ അവരുടെ ദൈനംദിന കാർഷിക വൃത്തി കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം, ആ പണം ഭൂമിയുടെ നികുതിയായി അടയ്ക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലെ കർഷകർക്ക് മുകളിൽ ഇടതുപക്ഷ സർക്കാർ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. അതിനെതിരെയാണ് ഇന്ന് ഇവിടെ ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ 39ാം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 22, 23 തീയതികളിൽ പുഴയ്ക്കൽ വെഡ്ഡിംഗ് വില്ലേജിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ഗൗരവമേറിയ ആശയ സംവാദങ്ങൾ, സംഘടനാപരമായ ചർച്ചകൾ എന്നിവ ഈ സമ്മേളനത്തിൽ ആസൂത്രണം ചെയ്യും. KPCC പ്രസിഡന്റ് K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, MM ഹസൻ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ DCC പ്രസിഡന്റ് ജോസഫ് ടാർജറ്റ്, KC സുബ്രഹ്മണ്യൻ, VM ഷൈൻ, B ഗോപകുമാർ, P രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ നെഹ്റു യുവ കേന്ദ്രയുടെയും കരുണം ഫൗണ്ടേഷന്റെയും സഹകരണത്തോടെ ലോക മാതൃഭാഷാ ദിനാഘോഷം ശതാബ്ദിയുടെ നിറവിലെത്തിയ മുക്കാട്ടുകര ഗവൺമെന്റ് LPSൽ വെച്ച് സംഘടിപ്പിച്ചു. മലയാള ഭാഷയിലെ അക്ഷരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച കുട്ടികളുടെ മനോഹരമായ പശ്ചാത്തലത്തിൽ തൃശൂർ കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. കരുണം ഫൗണ്ടേഷൻ ചെയർമാൻ ജെൻസൺ ജോസ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. ബാലസാഹിത്യകാരനും റിട്ടയർഡ് AEOയുമായ ബാലകൃഷ്ണൻ അച്ചത്ത്, കാർഷിക സർവകലാശാല മുൻ ജീവനക്കാരനും മുൻ ആകാശവാണി അനൗൺസറുമായ സതീഷ് നായർ, ജില്ലാ യൂത്ത് ഓഫീസർ C ബിൻസി, PM സതീഷ്, സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് PV വനജ, OB രദീപ്, ശശി നെട്ടിശ്ശേരി, T ശ്രീധരൻ, സിൻഡോമോൾ, സോജൻ, ജോർജ് മഞ്ഞിൽ, T കൃഷ്ണകുമാർ, TS ബാലൻ, ജെയിംസ് ചിറ്റിലപ്പള്ളി, T രഘു, നാരായണൻകുട്ടി, അലൻ സോജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അറിവ്, ആരോഗ്യം, ഇച്ഛാശക്തി എന്നിവ ഉണ്ടായാൽ ആനന്ദമുണ്ടാകുമെന്നും നല്ല പൗരന്മാരാകുമെന്നും അമ്മ മലയാളം ഉദ്ബോധിപ്പിച്ചു. 100ാം വാർഷികത്തിലെത്തിയ മുക്കാട്ടുകര ഗവൺമെന്റ് LP സ്കൂളിന് എല്ലാവിധ പിന്തുണയും ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് മാതൃഭാഷാ ആഘോഷത്തിന്റെ മധുരം നുകർന്നും പുസ്തകങ്ങൾ കൈമാറിയും ചടങ്ങിനെ പരിസമാപ്തി കുറിച്ചു. മാതൃഭാഷ സംരക്ഷിക്കേണ്ടതിന്റെ ദിനം 25 വർഷം മാതൃഭാഷ 25ാം വാർഷികാഘോഷത്തിലാണ്. നമ്മുടെ പൈതൃകം സംരക്ഷിക്കുന്നതിനും നമ്മളുടെ മാതൃഭാഷ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇവർ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ വളരെ സന്തോഷകരമാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മാതൃഭാഷ വളരെ പ്രിയപ്പെട്ടത് തന്നെയാണ്.
സാംസ്കാരിക പൈതൃകം നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ മുന്നിലിരിക്കുന്ന നിഷ്കളങ്കരായ ഈ കൊച്ചുമക്കള് മാതൃഭാഷ പഠിക്കുകയും അത് ചേർന്നുകൊണ്ട് നമ്മുടെ സംസ്കാരം നിലനിർത്തണമെന്നും ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ 100ാം വാർഷികം ആഘോഷിക്കുന്ന കുറേ കുട്ടികൾക്ക് അക്ഷരാഭ്യാസം പകർന്നു നടന്ന ഈ സ്കൂളിന്റെ നാളത്തെ 100ാം വാർഷികാഘോഷത്തിൽ എല്ലാവരും ഒരുപോലെ പങ്കെടുക്കണമെന്നും ഈ മാതൃഭാഷാ ദിനം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. MDMAയുമായി 3 പേർ മണ്ണിത്തി പോലീസിന്റെ പിടിയിൽ. ബാംഗ്ലൂരിൽ നിന്നും പാലക്കാട് വഴി വിൽപ്പനയ്ക്കായി 19.28 ഗ്രാം MDMAയുമായി വന്നിരുന്ന തൃശൂർ കാളത്തോട് സ്വദേശിയായ കുറുക്കൻ മുച്ചിക്കൽ വീട്ടിൽ ഷഫീഖ്, കോഴിക്കുള്ളി അത്താണിമൊല സ്വദേശിയായ പള്ളിത്താഴത്ത് വീട്ടിൽ സജിത്, മുളയം അയ്യപ്പൻകാവ് സ്വദേശിയായ ചേറുകുളങ്ങര വീട്ടിൽ യദു കൃഷ്ണൻ എന്നിവരെയാണ് വട്ടക്കല്ലിൽ വെച്ച് മണ്ണുത്തി സബ് ഇൻസ്പെക്ടർ KC ബൈജുവും സംഘവും പിടികൂടിയത്. മിനി ടെമ്പോയിൽ 3 പേർ ബാംഗ്ലൂരിൽ നിന്നും നിരോധിത മയക്കുമരുന്നുമായി പാലക്കാട് വഴി തൃശൂരിലേക്ക് വരുന്നുണ്ടെന്നുള്ള വിവരം മണ്ണുത്തി സബ് ഇൻസ്പെക്ടറായ KC ബൈജുവിനെ രഹസ്യ വിവരം ലഭിക്കുകയായിരുന്നു. തുടർന്ന് നടന്ന വാഹന പരിശോധനയിലാണ് MDMAയുമായി 3 പേരെ പിടികൂടിയത്. ഷെഫീഖിന് പുതുക്കാട് സ്റ്റേഷനിൽ 1 കേസും സജിത്തിന് മണ്ണുത്തി PG എന്നീ സ്റ്റേഷനുകളിൽ 4 കേസുകളും യദു കൃഷ്ണന് ഒല്ലൂർ സ്റ്റേഷനിൽ 1 കേസും നിലവിലുള്ളതായി അറിവായിട്ടുണ്ട്. ഇൻസ്പെക്ടർ MK ഷമീർ, സബ് ഇൻസ്പെക്ടർമാരായ KC ബൈജു, ബെന്നി പോൾ, TG ജയൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ NP സുരേഷ്, അജീഷ് മോൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. തിരിച്ചെത്താം ഒരു വേളയ്ക്ക് ശേഷം. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയനൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ്
എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. ഡോക്ടർ TI രാധാകൃഷ്ണൻ ഫൗണ്ടേഷൻ പുരസ്കാരം ഡോക്ടർ ജോളി ജനാർദ്ദനന് നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 25-ന് 3 മണിക്ക് ജവഹർ ബാലഭവനിൽ നടക്കുന്ന ചരമവാർഷിക ദിനാചരണ ഉദ്ഘാടനം പ്രൊഫസർ സാറ ജോസഫ് നിർവഹിക്കും. 11,111 രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. മുൻ സ്പീക്കർ തേർബി രാമകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും. 25-ന് നടക്കുന്ന സൗജന്യ ഹോമിയോ മെഗാ മെഡിക്കൽ ക്യാമ്പ് മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ TV ചന്ദ്രമോഹൻ, കൂറ്റനാട് രാവുണ്ണി പണിക്കർ, OP ബാലൻ മേനോൻ, ശ്രീധരൻ തേറമ്പിൽ, A ശിവദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. കാത്തലിക് സിറിയൻ ബാങ്കിനെ സംരക്ഷിക്കുക എന്നാവശ്യപ്പെട്ട് ചേംബർ ഓഫ് കോമേഴ്സ് ഹാളിൽ നടത്തിയ ബഹുജന കൺവെൻഷൻ CITU സംസ്ഥാന സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് UP ജോസഫ് അധ്യക്ഷം വഹിച്ചു. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായിരുന്നു. AITUC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. CSB ബാങ്കിന്റെ ജനകീയ സ്വഭാവം പുനഃസ്ഥാപിക്കുക, വ്യവസായതല വേതനം പരിഷ്കരണം നടപ്പിലാക്കുക, താൽക്കാലിക ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കുക, സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു. M ബാബു ജോസ്, VK ജയരാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബാങ്ക് ജീവനക്കാരും ബാങ്ക് സംഘടനാ പ്രതിനിധികളും സ്വാഭാവികമായിട്ടും ഈ സമ്മേളനത്തിലുണ്ട്. കാത്തലിക് സിറിയൻ ബാങ്ക് ഓഹരി വിലക്ക് വാങ്ങി ഒരു കനേഡിയൻ കമ്പനി ഫെയർഫാക്സ് സ്വന്തമാക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ ദേശവിരുദ്ധ നടപടികൾക്കെതിരെ നമുക്കൊരു വലിയ പ്രസ്ഥാനം ആലോചിക്കാനാണ് ഈ വിധി. ഇന്നിപ്പോ നമ്മുടെ ഇന്നത്തെ രാജ്യത്തിന്റെ ഒരു സ്ഥിതി പരിശോധിച്ചാൽ 3ാം മോഡി ഗവൺമെന്റ് എല്ലാം സ്വകാര്യവൽക്കരിക്കുന്ന നയത്തിലാണ്. പുതിയ ബജറ്റിൽ സ്വകാര്യവൽക്കരണത്തിന്റെ ഒരു നീണ്ട ലിസ്റ്റ് ധനകാര്യമന്ത്രി വായിച്ചിട്ടുണ്ട്. ഇൻഷുറൻസിൽ 100% വിദേശ മൂലധനം അനുവദിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ LIC, GIC തുടങ്ങിയ കമ്പനികളുടെ സ്ഥിതി അപകടത്തിലാണ്. ഇൻഷുറൻസിൽ നേരത്തെ തന്നെ സ്വകാര്യ കമ്പനികൾക്ക് അവസരം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ FD ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ആവും. മറ്റ് പല മേഖലകളിൽ ഇതുപോലെ സ്വകാര്യവൽക്കരണം ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ ബാങ്കുകളുടെ ദേശസാൽക്കരണത്തിന് ഒരു വലിയ ചരിത്രമുണ്ട്. സ്വാതന്ത്ര്യാനന്തരം രാജ്യത്തിന്റെ വികസനത്തിനായി അന്ന് ഗവൺമെന്റ് ആവിഷ്കരിച്ച നയങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്റർ ഫെബ്രുവരി 22, 23 തീയതികളിൽ ഗുരുവായൂർ ശിക്ഷക് സദനിൽ സംസ്ഥാന ശില്പശാല നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയസ് കുമാർ ഉദ്ഘാടനം ചെയ്യും. C സുജിത് അധ്യക്ഷം വഹിക്കും. P കിഷൻ ചന്ദ്, ജെയ്സൺ മാണി, സിബിൻ തേവലക്കര, ഹരീഷ് കടവത്തൂർ, ചന്ദ്രൻ K തൃക്കരിപ്പൂർ, റഹീം വീട്ടിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിക്കും. സംസ്ഥാന ഭാരവാഹികൾ, കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ പ്രസിഡന്റുമാർ, താലൂക്ക് ഭാരവാഹികൾ തുടങ്ങി 200ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ PI സൈമൺ, ഷോബിൻ തോമസ്, PK ശ്രീവിദ്യ, വിൻസെന്റ് പുത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂരിൽ ലഹരി മൂത്ത് നടുറോഡിൽ യുവാവിന്റെ മോട്ടോർ ബൈക്ക് അഭ്യാസം. പോലീസ് പിടികൂടിയപ്പോൾ സ്റ്റേഷനിലെ ചില്ലുഭിത്തിയും വാതിലും അടിച്ചു തകർത്ത് പരാക്രമം. യുവാവിനെ റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വ്യാഴാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. പടാക്കുളം പെട്രോൾ പമ്പിന് സമീപം അപകടകരമായ വിധത്തിൽ മോട്ടോർ സൈക്കിൾ ഓടിച്ച യുവാക്കളെ പോലീസ് പെട്രോൾ സംഘം തടയുകയായിരുന്നു. ബൈക്കിലുണ്ടായിരുന്ന 2 പേരിൽ ഒരാൾ പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടു. പോലീസ് കസ്റ്റഡിയിലെടുത്ത
ലോകമല്ലേശ്വരം ഓളിപ്പറമ്പിൽ ഷൈബിൻ ഷാ ആണ് സ്റ്റേഷനിൽ അതിക്രമം നടത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ കെ സലീം, ഖഷ്ബിൻ ജോഷി, ഡ്രൈവർ CPO അഖിൽ, ഹോംഗാർഡ് ജോൺസൺ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഷൈബിൻ ഷായ്ക്ക് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ 2023 2025 മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് 2 കേസുകൾ ഉൾപ്പെടെ 4 കേസുകൾ നിലവിലുണ്ട്. ഓടിപ്പോയ പ്രതിയെക്കുറിച്ച് അന്വേഷിച്ചു വരുന്നു. തൃശൂർ മഹാരാജാസ് ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫെബ്രുവരി 24-25 തീയതികളിൽ നടത്തുന്ന ടെക് ഫസ്റ്റ് MLA P. ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ PR ഷാലിച്ച് അധ്യക്ഷം വഹിക്കും. പ്രിൻസിപ്പൽ MJ ബിജു, ഷിജു വർഗീസ്, KK ബാബു, NV അരുൺ, MA അതിനാൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിവിധ പോളിടെക്നിക്കുകളിലെ കുട്ടികൾ സെമിനാർ അവതരിപ്പിക്കും. SIFL, KSEB, BSNL, വിജ്ഞാൻ സാഗർ, BSF എന്നിവർ ടെക് ഫെസ്റ്റുമായി സഹകരിക്കുന്നുണ്ട്. വാടാനപ്പള്ളിയിൽ കഞ്ചാവുമായി പാടൂർ കൈതമുക്ക് സ്വദേശി അറസ്റ്റിൽ. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഏങ്ങണ്ടിയൂർ പുളിക്കടവിൽ വെച്ച് കഞ്ചാവുമായി അറസ്റ്റിൽ. വെങ്കിടങ്ങ് വില്ലേജ് കൈതമുക്ക് ദേശത്ത് മമ്മസ്രയില്ലത്ത് വീട്ടിൽ അബ്ദുൾ സലാം എന്നയാളെയാണ് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിനു BS, സിവിൽ പോലീസ് ഓഫീസർ അലി, സ്പെഷ്യൽ ബ്രാഞ്ച് ഫീൽഡ് സ്റ്റാഫ് എന്നിവർ അറസ്റ്റ് ചെയ്തത്. മയക്കുമരുന്ന് വിപണനത്തിനെതിരെ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS ആവിഷ്കരിച്ച പ്രത്യേക രാത്രികാല വാഹന പരിശോധനയിലാണ് രാത്രി 8:30 പുളിക്കടവ് ജംഗ്ഷനിൽ നിന്നിരുന്ന അബ്ദുൾ സലാമിനെ സംശയം തോന്നി പരിശോധിച്ചതിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. അബ്ദുൾ സലാമിനെ പാവറട്ടി പോലീസ് സ്റ്റേഷനിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കായി കൈവശം വെച്ച കുറ്റത്തിന് 3 കേസുകളും കഞ്ചാവ് ഉപയോഗിച്ച കുറ്റത്തിന് 1 കേസും ഉള്ളതാണ്. സംസ്ഥാന സർക്കാരിന് കീഴിൽ താൽക്കാലിക ഒഴിവുകളിൽ നിയമനം. തൃശൂരിലെ പുത്തൂരിൽ പണി പൂർത്തിയായി വരുന്ന അന്തർദേശീയ നിലവാരത്തിലുള്ള സുവോളജിക്കൽ പാർക്കിലേക്ക് വിവിധ തസ്തികകളിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനത്തിനായി അപേക്ഷകൾ ക്ഷണിച്ചു. വിശദ വിവരവും അപേക്ഷാ ഫോറവും കേരള വനം വകുപ്പിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാർച്ച് 7 വരെ അപേക്ഷകൾ സ്വീകരിക്കും. വിശദ വിവരങ്ങൾക്ക് 9447979176 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനിയൊരു ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. വീണ്ടും വാർത്തയിലേക്ക്. മാന്നാമംഗലം സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിൽ ഡീക്കൻ പൗലോസ് പരിയാരത്തിന്റെ പൗരോഹിത്യ സ്വീകരണ ചടങ്ങ് സംഘടിപ്പിച്ചു. മാന്നാമംഗലം സ്വദേശികളായ PP സണ്ണി, റൂബി ദമ്പതികളുടെ മകനായ അജയ് എന്ന ഡീക്കൻ പൗലോസ് 2012 ജൂൺ 7 ഗുരുസന്നിധി മൈനർ സെമിനാരിയിൽ ചേർന്ന് വൈദിക പഠനം ആരംഭിച്ചു.
തുടർ പഠനം പൂർത്തിയാക്കി 2021-24 വർഷത്തിൽ തിരുവനന്തപുരം സെന്റ് മേരീസ് മലങ്കര മേജർ സെമിനാരിയിൽ നിന്ന് ദൈവശാസ്ത്ര പഠനം പൂർത്തീകരിച്ച് ഷമ്മാശപ്പട്ടവും സ്വീകരിച്ചു. വെള്ളിയാഴ്ച രാവിലെ മാന്നാമംഗലം പള്ളിയിൽ 8:30 പ്രഭാത പ്രാർത്ഥന, വിശുദ്ധ കുർബാന, പൗരോഹിത്യ അഭിഷേകം എന്നീ ചടങ്ങുകൾക്ക് മൂവാറ്റുപുഴ ഭദ്രാസന മെത്രാപ്പൊലീത്ത റവറന്റ് ഫാദർ ഡോക്ടർ യൂഹന്നാൻ മോർ തെയഡോഷ്യസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മൂവാറ്റുപുഴ ഭദ്രാസനം ബിഷപ്പ് റവറന്റ് ഫാദർ ഡോക്ടർ എബ്രാഹിം മാർ യൂലിയോസ് സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് അനുമോദന സമ്മേളനവും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. പൗരോഹിത്യ സ്വീകരണ ചടങ്ങുകൾക്ക് പള്ളി വികാരി ഫാദർ ക്ലീറ്റസ് കിഴക്കൂടൻ, പള്ളി കമ്മിറ്റി ഭാരവാഹികളായ ഏലിയാസ് വട്ടോടം തടത്തിൽ, അമൽ റെജി, ജിജു പുള്ളിച്ചോട്ടിൽ, ഷിജു തച്ചാമറ്റം, സണ്ണി മാങ്കുന്നേൽ, റെജി, ബിജു ആച്ചേരിക്കുടിയിൽ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പരിശുദ്ധ ദൈവമാതാവിന്റെ 65ാമത് തിരുനാൾ ഫെബ്രുവരി 22, 23 തീയതികളിലാണ് ആഘോഷിക്കുന്നത്. പരിശുദ്ധാത്മത്തിന്റെ മഹിമയ്ക്കും ബഹുമാനത്തിനും ശോഭയ്ക്കും പുകഴ്ചയ്ക്കും ദൈവത്തിന്റെ പരിശുദ്ധ സഭയിലെ സമാധാനത്തിനും സുസ്ഥിരയ്ക്കുമായി ഇവ ആഘോഷിച്ച് ധരിപ്പിക്കപ്പെടുന്നു. ATM കവർച്ചാ കേസിലെ വെടിയേറ്റ പ്രതിയെ തൃശൂരിൽ വിവിധ സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് നടത്തി. തൃശൂരിൽ ATM കവർച്ചയിൽ തമിഴ്നാട് വെച്ചുണ്ടായ എൻകൗണ്ടറിൽ കാലിന് വെടിയേറ്റ് ചികിത്സയിലായിരുന്ന ഈ കേസിലെ പ്രതിയായ ഹരിയാന സ്വദേശി അസ്ഹറുദ്ദീൻ എന്നയാളെയാണ് ഇന്ന് തൃശൂരിലെത്തിച്ച് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ IPSന്റെ നിർദ്ദേശത്തിൽ തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ സലീഷ് എൻ ശങ്കറിന്റെ നേതൃത്വത്തിൽ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജിജോ MGയും സംഘവും പ്രതിയുമായി തെളിവെടുപ്പ് നടത്തിയത്. 2024 സെപ്റ്റംബർ 27-നായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. ഇരിഞ്ഞാലക്കുട, തൃശൂർ നടുവിലാൽ, കോലഴി എന്നിവിടങ്ങളിലെ കവർച്ചയ്ക്ക് ശേഷം തമിഴ്നാട് പോലീസുമായി നാമക്കല്ലിൽ നടന്ന എൻകൗണ്ടറിൽ ഒരു പ്രതി മരണപ്പെട്ടിരുന്നു. തൃശൂർ സിറ്റി പോലീസിന്റെ കൃത്യസമയത്തെ പഴുതടച്ച അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. കാലിന് വെടിയേറ്റ പ്രതിയുടെ കാൽ മുറിച്ചുമാറ്റി സേലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന പ്രതിയെ തെളിവെടുപ്പിന് എത്തിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ഈ കേസിലെ ബാക്കിയുള്ള 5 പ്രതികളെയും തൃശൂരിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ചികിത്സയ്ക്ക് ശേഷം കോടതി ഉത്തരവ് പ്രകാരം പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തിക്കുകയും പിന്നീട് കവർച്ച നടത്തിയ ATM കൗണ്ടറുകളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും കവർച്ചയ്ക്കുപയോഗിച്ച ആയുധങ്ങൾ, ഗ്യാസ് കട്ടർ എന്നിവ ഉപയോഗിച്ച് വിവിധ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ പ്രതിയുമായി സുരക്ഷാ സന്നാഹത്തോടെ തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. താണിക്കുടം പാലത്തിന് താഴെയാണ് ഗ്യാസ് കട്ടറുകൾ ഉപേക്ഷിച്ചിരുന്നത്. പന്നിയങ്കരയ്ക്കടുത്തു വെച്ചാണ് പണം കടത്തിയ കാർ കണ്ടെയ്നർ ലോറിയിൽ കയറ്റിയിരുന്നത്. തുടർന്ന് ഈ സ്ഥലങ്ങളിലെത്തി തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. കണ്ടെയ്നർ ലോറിയിൽ നിന്നും കവർച്ച നടത്തുന്നതിനായി കാർ ഇറക്കിയ പോട്ടോ പാലത്തിനടുത്തുള്ള ഹൈവേയിലും പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി. പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും. തെളിവെടുപ്പ് സംഘത്തിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ രാജു, സന്ദീപ്, സിവിൽ പോലീസ് ഓഫീസർമാരായ മനോജ്, നബീസ് തുടങ്ങിയവരാണ് ഉണ്ടായിരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒല്ലൂർ ജംഗ്ഷൻ വികസനം സ്ഥലമേറ്റെടുക്കൽ 6 മാസത്തിനകം പൂർത്തിയാകുമെന്ന് മന്ത്രി കെ രാജൻ. ആശാരിക്കാട്, പട്ടിക്കാട് ഗവൺമെന്റ് സ്കൂളുകളുടെ പുതിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. കേരള വിഷൻ പുസ്തക കമ്പനികളോട് പൊരുതി നേട്ടങ്ങളുണ്ടാക്കുന്നത് TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയുടെ ശക്തിയിലാണെന്ന് COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ.
ശതാബ്ദി നിറവിലെത്തിയ മുക്കാട്ടുകര ഗവൺമെന്റ് LP സ്കൂളിൽ ലോക മാതൃഭാഷ ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ.